വെൽക്കം ബാക്ക് ടു എഡ്യൂസാറ്റ് ലേണിംഗ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ജെനറ്റിക് ഓഫ് ലൈഫ് അഥവാ ജീവന്റെ ജനിതകം എന്ന് പറഞ്ഞിട്ടുള്ള 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിരുന്നു എടുത്തിരുന്നത് അല്ലേ. അതിൽ നമ്മൾ എന്തൊക്കെ എടുത്തു? നമ്മള് ഡി എൻ എന്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് അത് പാക്കേജ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പൊ അതിന്റെ അവസാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പലതരത്തിലുള്ള ക്രോമസോം, അതായത് മനുഷ്യരിലെ ഹ്യൂമൻ ക്രോമസോംസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്താ പറഞ്ഞിരുന്നത്? ഹ്യൂമൻ ക്രോമസോം എന്ന് പറയുന്നത് 46 എണ്ണമാണ് ഒരു സെല്ലിലുള്ളത്. അതായത് 23 പെയർ ഓഫ് ക്രോമസോംസ് ആണ് ഒരു സെല്ലിൽ ഉണ്ടാവുക. അത് 2 തരത്തിലാണ് മക്കളുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അതെ, ഓട്ടോസോംസും അതേപോലെ സെക്സ് ക്രോമസോമും അല്ലെ. ഈ ഓട്ടോസോംസിനെ തന്നെയാണ് നമ്മൾ ഈ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത്. അതില് ഈ ഓട്ടോസോംസ് എന്ന് പറയുന്നത് 44 എണ്ണവും അതേപോലെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് 2 പേരുമാണുള്ളത്. ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ ആണെങ്കിൽ ഈ സെക്സ് ക്രോമസോം എത്ര ഉണ്ട്? XX-ഉം. ഇൻ ദ കേസ് ഓഫ് മെയിൽ ആണെങ്കിൽ ഈ സെക്സ് ക്രോമസോം എത്ര ഉണ്ട്? XY ആണുള്ളത് നമ്മൾ പറഞ്ഞു ഇല്ലേ. ഈ മനുഷ്യരിൽ ഇത് മിസ് എന്ന് പറയുന്നത്, മിസ് ഒരു ടെക്സ്റ്റിലെ ഒരു ചെറിയ ഭാഗം, അതായത് മലയാളം ടെക്സ്റ്റിലെ ഒരു ചെറിയ ഭാഗം നിങ്ങൾക്കൊന്ന് ടെക്സ്റ്റ് പരിചിതമാവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? മനുഷ്യരിലെ ക്രോമസോം 2 തരത്തിലാണുള്ളത്. സൊമാറ്റിക് ക്രോമസോമിന്റെ മലയാളമാണ് എന്തെന്ന് പറയുന്നത്? സ്വരൂപ ക്രോമസോമുകൾ. രണ്ടാമത്തേതാണ് എന്ത്? ലിംഗനിർണയ ക്രോമസോമുകൾ അഥവാ സെക്സ് ക്രോമസോമുകൾ എന്ന് പറയുന്നത്. ഇതില് ഇത്രയും കാര്യങ്ങൾ മിസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ എക്സ്ട്രാ നിങ്ങൾക്ക് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്ത്? Y ക്രോമസോമിലെ SRY ജീനുകളാണ് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നതെന്ന്. അതായത് നമ്മൾ എംബ്രിയോ സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് ടെസ്റ്റിസിന്റെ വികാസത്തിന് അഥവാ ടെസ്റ്റിസിന്റെ ഡെവലപ്മെന്റിന് കാരണമാകുന്നത് Y ക്രോമസോമുകളിലെ SRY ജീനുകളാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കുകയും വേണം കേട്ടോ. ഇനി ഇവിടെ ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഡിഫറൻസ് ആണ്. സൊമാറ്റിക് ക്രോമസോമിന്റെയും സെക്സ് ക്രോമസോമിന്റെയും മിസ് പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം, കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യത്തിന് നിങ്ങളോട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് സൊമാറ്റിക് ക്രോമസോം ആണല്ലേ, 2 തരത്തിലുള്ള, ഒന്ന് സൊമാറ്റിക് ക്രോമസോമും ഒന്ന് സെക്സ് ക്രോമസോമും ആണ്. സൊമാറ്റിക് ക്രോമസോമിനെ നമ്മൾ ഓൾസോ എന്ത് പറയും? ഓട്ടോസോംസ് എന്ന് പറയും. ആൻഡ് ഇതെന്താണ്? It is the chromosomes that determine the general body characteristics of an organism and are not involved in determining the sex of an individual. അതായത് സൊമാറ്റിക് ക്രോമസോം അല്ലെങ്കിൽ ഓട്ടോസോംസ് എന്തിന് കാരണമാകില്ല? സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി കാരണമാകില്ല. പകരോ ജനറൽ ബോഡി ക്യാരക്ടർ, ഒരു മനുഷ്യന്റെ ജനറൽ ആയിട്ടുള്ള ബോഡി ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് കാരണമാകുന്നത് ആരാണ്? സൊമാറ്റിക് ക്രോമസോം ആണ്. ഇനി ഇൻ ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ 22 പെയർ ഓഫ് സൊമാറ്റിക് ക്രോമസോം ആണുള്ളത്. 22 പെയർ എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 44 ഓട്ടോസോംസ് ആണുള്ളത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താ? ഇത് അപ്പിയർ ഇൻ ഹോമോലോഗസ് പെയർ. ഹോമോലോഗസ് പെയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വരൂപ ക്രോമസോമുകളായിട്ടാണ് ഇത് അധികവും ഈച്ച് പാരന്റിലും കാണപ്പെടുന്നത്. It control traits such as eye color, hair color, height, other non-sex related genetic traits. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ജനറൽ ബോഡി ക്യാരക്ടർ ആണ്. അപ്പൊ ജനറൽ ബോഡി ക്യാരക്ടറിൽ വരുന്നത് ആരൊക്കെയാ? നമ്മൾ ഐ കളറ്, ഹെയർ കളറ്, ഹൈറ്റ്, അങ്ങനെ സെക്സ് റിലേറ്റഡ് അല്ലാത്ത എല്ലാ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ സൊമാറ്റിക് ക്രോമസോംസ് ആണ്. രണ്ടാമത്തേതാണ് സെക്സ് ക്രോമസോം എന്ന് പറയുന്നത്. സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് എന്തായിരിക്കും? മറ്റേത് ജനറൽ ബോഡി ക്യാരക്ടർ ആണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ സെക്സ് ക്രോമസോം എപ്പോഴും എന്തായിരിക്കും കൺട്രോൾ ചെയ്യുക? ബയോളജിക്കൽ സെക്സ് ഓഫ് ആൻ ഓർഗാനിസം അല്ലെ. അതായത് ഒരു ഓർഗാനിസത്തിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കും ആരെന്ന് പറയുന്നത്? ഈ സെക്സ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഇത് ഹ്യൂമൻസിൽ ഒരു പേരാണുള്ളത്. ഏതാണ് ആ പേര് എന്ന് പറയുന്നത്? ഇൻ ദ കേസ് ഓഫ് മെയിൽ ആണെങ്കിൽ XY ക്രോമസോമും ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ ആണെങ്കിൽ XX ക്രോമസോമും ആയിരിക്കും ഉണ്ടാവുക. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? X chromosomes carry many genes in addition to sex determination. അതേപോലെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? Y chromosome is smaller and mainly carries genes related to male sex determination and spermatogenesis.
ഇതില് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എപ്പോഴും എന്താണ് വൈ ക്രോമസോം എന്ന് പറയുന്നത് എപ്പോഴും എക്സ് വൈന്റെ കേസിൽ എക്സിനെക്കാട്ടിലും സ്മോൾ ആയിരിക്കും. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് എന്തിലേക്കാന്ന് വെച്ചാൽ ജീൻ. എന്താണ് ജീൻ? ഇപ്പൊ നമ്മള് DNA എന്താന്ന് പഠിച്ചു. ഇനി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് അല്ലെങ്കിൽ ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത്, ജീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയണല്ലേ എന്താണ് ഈ ജീൻ, എന്താണ് ഈ ജീനിനെ കൊണ്ടുള്ള ഉപകാരം എന്നുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ഫങ്ഷൻ എന്താണ് അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. അപ്പൊ നമ്മൾ എന്താണ് ജീന് എന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. എന്തായിരിക്കും ജീൻ എന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും DNA പറയുമ്പം എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ജീന്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ജനറ്റിക് ആയിട്ട് കിട്ടിയതാ എന്നൊക്കെ നിങ്ങളെ വീട്ടിലുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ ജീൻ? ജനറ്റിക് എന്നുള്ള ടേം കേൾക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഉൾപ്പെട്ടതാണല്ലോ ജീന്. അപ്പൊ എന്താ ജീൻ എന്നുള്ള അറിയണ്ടേ? അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ജീൻ എന്ന് പറയുന്നത് മക്കളെ നമ്മളെ DNA ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, ഇതിപ്പോ DNA ആണെങ്കിൽ ഈ DNA സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജീന് എന്ന് പറയുന്നത്. ജീന് എന്ന് പറയുന്നത് അതായത് നമ്മുടെ DNA സ്പെസിഫിക് ആയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജീൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ മിസ് കാണിച്ചു തരാം. മിസ് ഇവിടെ ഒരു ലേസർ പോയിന്റ് കൊണ്ടുവരാം കേട്ടോ, നോക്കിക്കോളൂ. ഒരു ലേസർ പോയിന്റ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ കാണുന്നത് നമ്മളുടെ DNA ആണ് അല്ലേ? ഈ DNA ഇത്രയുള്ള പോർഷൻ അല്ലെങ്കിൽ ഓരോ സെഗ്മെന്റ്, നമുക്ക് എന്ത് പറയാം, സെഗ്മെന്റ് ഓഫ് DNA എന്ന് പറയാം. അതാ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടാവുക. ഈ വലിയ ലാർജ് DNA ഓരോ സെഗ്മെന്റുകൾ ഉണ്ട്. ഇങ്ങനെ ഓരോ സെഗ്മെന്റുകളായിട്ടാണ് അല്ലേ DNA ഇതാ കണ്ടില്ലേ? ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു സെഗ്മെന്റ്, ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു സെഗ്മെന്റ്. അങ്ങനെ ഇതേപോലെയുള്ള DNA സെഗ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ മക്കളെ, ജീന് എന്ന് പറയാം. ജീന് എന്ന് പറയാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ദ സെഗ്മെന്റ് ഓഫ് DNA ഈസ് കോൾഡ് വാട്ട്, ജീൻ. അങ്ങനെ പറയാം. അല്ലെങ്കിൽ കുറച്ചും കൂടി എന്ത് പറയാം, കുറച്ചും കൂടി നമുക്കൊന്ന് എന്താ പറയുക, ലാർജ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഭയങ്കര ഭംഗിയിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂക്ലിയോടൈഡ് പഠിച്ചില്ലേ അല്ലേ? അതായത് നമ്മളെ DNA ബാക്ക് ബോൺ അല്ലെങ്കിൽ എന്താ DNA മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത് എന്തിനെ കൊണ്ടാണ് നമ്മൾ പഠിച്ചു, ന്യൂക്ലിയോടൈഡുകളെ കൊണ്ടാണ് നമ്മൾ പഠിച്ചു. അപ്പം നമ്മുടെ കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ എന്ത് പറയാം, ദ ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA എന്ന് പറയാം. അതായത് DNAയിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് എന്ത്, ജീൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയാ, പ്രോട്ടീൻസ് വിച്ച് ആർ സിന്തസിസ്ഡ് അക്രൂഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ജീൻസ്. അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, പ്രോട്ടീൻ നിർമ്മിക്കുന്നുണ്ടല്ലേ? ഈ പ്രോട്ടീന് എന്തിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഈ പ്രോട്ടീൻ വിച്ച് ആർ സിന്തസിസ്ഡ് അക്രൂഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് എന്താ, ജീൻസ്. ജീൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കപ്പെടുന്നത്. And that are responsible for the formation of characteristic features and for controlling metabolic activity. അത് എന്തിനു കാരണമാകുന്നു, നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിന്റെ ഫോർമേഷനും അതേപോലെ തന്നെ നമ്മളുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നതിനും കാരണമാകുന്നതും കൂടി ആരാണ്, ഈ ജീനാണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം, DNAയിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ആര്, ജീന്. ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് അഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും അതേപോലെ തന്നെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. ഇങ്ങനെയാണ് നമ്മൾ ജീനിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യേണ്ടത്. അതായത് ഇവിടെ സൈഡിൽ മിസ് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ഒരു ക്രോമസോമിന്റെ ഫോട്ടോ കണ്ടോ? ഈ ക്രോമസോമിൽ ഇങ്ങനെ ചുറ്റിയിട്ടാണ് ആര് കാണപ്പെടുന്നത്, നമ്മളുടെ DNA കാണപ്പെടുന്നത് അല്ലേ? ഈ DNAയുടെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു സെഗ്മെന്റിനെ അല്ലെങ്കിൽ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, നമ്മളെ ജീന് എന്ന് വിളിച്ചത്.
അത് മനസ്സിലായോ? കണ്ടോ? അതിന്റെ കുറച്ചും കൂടി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു പിക്ചറാണിത്. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രോമസോം കൊടുത്തിട്ടുണ്ട്. ആ ക്രോമസോം എന്നൊരു ആരോ കൊടുത്തിട്ട് കാണിക്കുന്ന ആ ക്രോമസോമിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് കിടക്കുന്നതാണ് ആര്? നമ്മളെ DNA. ആ DNAയുടെ ഒരു സിമ്പിൾ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ജീന് എന്ന് വിളിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി മിസ്സിന് അടുത്തതായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ പഠിക്കുക എങ്ങനെയാണ് ഈ ജീനിൽ നിന്ന് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? പ്രോട്ടീൻ വിച്ച് ആർ സിന്തസൈസ്ഡ് അക്രൂഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻ ഓഫ് ജീൻ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പ്രോട്ടീൻ സിന്തസിസിൽ ആരുടെ ഹെൽപ്പ് ഉണ്ടാവും? പ്രധാനമായിട്ട് ഈ പ്രോട്ടീൻ സിന്തസിസിൽ ആരുടെ ഹെൽപ്പ് ഉണ്ടാവും? നമ്മളുടെ ജീനിന്റെ ഹെൽപ്പ് ഉണ്ടാവും അല്ലേ? അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതിന് മുന്നേ ആയിട്ട് മിസ് വേറൊരു കാര്യം പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ DNA പഠിച്ചു. എന്താണ് DNAയുടെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചു. ഇതേപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിൽ DNA പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് ആരെന്നറിയോ? RNA. RNA എന്താണെന്നറിയോ എല്ലാവർക്കും? അപ്പൊ RNA എന്ന് പറയുമ്പോൾ നമ്മൾ RNA എന്താന്ന് പഠിക്കണം അല്ലേ? RNA എന്താന്ന് നോക്കാം. നമുക്ക് എന്നാലേ നോക്കാം. DNA എന്താന്നാ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ? DNA എന്ന് പറയുന്നത് എന്താന്നാ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ? മക്കളെ പറയ്. DNA എന്ന് പറയുന്നത് എന്താ? DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് ആണ് എന്നാണല്ലേ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ്. അപ്പൊ RNA എന്തായിരിക്കും? RNA എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ നിങ്ങൾ നോക്കുക, DNAയുടെ കേസിൽ ഇവിടെ കണ്ടോ എത്ര സ്ട്രാൻഡ്സ് ആണ് നിങ്ങൾ DNAയുടെ കേസിൽ കാണുന്നത്? എത്ര സ്ട്രാൻഡ്സ് കാണുന്നുണ്ട്? ഇവിടെ നോക്കിക്കേ, എത്ര സ്ട്രാൻഡ്സ് കാണുന്നുണ്ട്? 2 സ്ട്രാൻഡ്സ് കാണുന്നുണ്ട് അല്ലേ? അപ്പൊ DNA എന്ന് പറയുന്നത് എപ്പോഴും എന്താ? 2 സ്ട്രാൻഡ് ഉണ്ടാവും. 2 സ്ട്രാൻഡ് DNAക്ക് പ്രസന്റ് ആയിരിക്കും. എന്നാൽ ഇൻ ദ കേസ് ഓഫ് റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ RNA നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ 2 സ്ട്രാൻഡ് കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ RNA എങ്ങനെയായിരിക്കും DNA ഡിഫറെന്റ് ആയി കിടക്കുന്നത്? സിംഗിൾ സ്ട്രാൻഡഡ് ആണ് അല്ലേ? സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. ഇനി പിന്നെ എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്? എന്ത് ഡിഫറൻസാ കാണുന്നത് നിങ്ങളിവിടെ? എന്ത് ഡിഫറൻസാ നോക്കിക്കേ. പിന്നെ നമ്മൾ കാണുന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? പിന്നെ കാണുന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ മക്കളെ? നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? നൈട്രജൻ ബേസിന്റെ കാര്യം പറഞ്ഞു അല്ലെ? ഈ നൈട്രജൻ ബേസിസ് ആണെങ്കിൽ എന്താ കഥ? ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് അഥവാ DNAയുടെ കേസിലാണെങ്കിൽ ഏതൊക്കെയാ മക്കളെ നൈട്രജൻ ബേസിസ് വരുന്നത്? ഏതൊക്കെയാ? ഒന്നാമത്തതാണ് ആര്? ഗുവാനിൻ. രണ്ടാമത്തതാരാ? സൈറ്റോസിൻ. മൂന്നാമത്തതാരാ? അഡിനിൻ. നാലാമത്തതാരാ? തൈമിൻ. ഇങ്ങനെ 4 എണ്ണാണ് ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡിന്റെ കേസിൽ നമ്മൾ കാണുന്ന നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത്. എന്നാൽ RNAയുടെ കേസിൽ മക്കളെ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ആ ചേഞ്ച് ഒന്ന് നോക്കിക്കേ. എന്ത് ചേഞ്ചാ നിങ്ങൾ RNAയുടെ കേസിൽ കാണുന്നത്? എന്ത് ചേഞ്ചാ നിങ്ങൾ RNAയുടെ കേസിൽ കാണുന്നത്? ഒന്ന് നോക്കിക്കേ, എന്ത് ചേഞ്ചാ കാണാൻ പറ്റുന്നത്? RNAയുടെ കേസിലാണെങ്കിൽ തൈമിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ ആരാ ഇവിടെ ഉള്ളത്? യുറാസിലാണുള്ളത് അല്ലേ? ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ ആരാ ഉള്ളത്? യുറാസിലാണുള്ളത്. അതായത് DNAയിൽ ഗുവാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, തൈമിൻ ആണെങ്കിൽ RNAയുടെ കേസിൽ ഗുവാനിൻ, സൈറ്റോസിൻ, അഡിനിൻ. ഇൻ ദ കേസ് ഓഫ് തൈമിന് പകരം എന്താ ഉള്ളത്? ഇൻസ്റ്റെഡ് ഓഫ് തൈമിന് പകരം എന്താ ഉള്ളത്? യുറാസിലാണുള്ളത്. ആരാണുള്ളത്? യുറാസിലാണുള്ളത്. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് RNAയുടെയും DNA-യും. ഇനി മിസ് ഇപ്പൊ കുറച്ച് ഡിഫറൻസ് പറഞ്ഞു. ഇനി നമുക്ക് മെയിൻലി എന്തൊക്കെ ഡിഫറൻസ് ഉള്ളത് എന്നൊന്ന് നോക്കാം. നിങ്ങളോട് പറയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA ആണ് എന്നെ അടുത്തതായിട്ട് പറയുന്നത്. നിങ്ങളോട് ഇപ്പൊ എക്സാമിന് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA? അത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ എക്സാംസിനൊക്കെ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേപോലെ തന്നെ RNAയും DNA തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് എഴുതാൻ പറയുമ്പോൾ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം മക്കളെ? ഒരു കോളമായിട്ട് വേണം നമ്മൾ എന്ത് കാര്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴും ഡിഫറൻസ് എഴുതാൻ പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിഫറൻസ് കോളായിട്ട് വേണം എഴുതാൻ. അതായത് RNAക്ക് ഒരു കോളും DNAക്ക് ഒരു കോളും. എന്നിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ എഴുതുമ്പോൾ നിങ്ങൾക്ക് എഴുതാനും സുഖമാണ്. അതേപോലെ തന്നെ നോക്കുന്ന ടീച്ചർക്ക് അത് വാല്യൂ ചെയ്യാനും എന്താണ് കൂടുതൽ എളുപ്പമാണ്.
അപ്പൊ നമ്മൾ അങ്ങനെ വേണം. അങ്ങനെ തന്നെ കാണുമ്പോൾ നമുക്ക് എന്താ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് എന്താ ഈ കുട്ടിക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഡിഫറൻസ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, 2 കോളായിട്ട് വരച്ചിട്ട് ഒന്നിൽ DNA RNA ഡിഫറൻസാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നിൽ DNA എന്നും ഒന്നിൽ RNA എന്നും എഴുതിയിട്ട് വേണം എഴുതാൻ. ഇതാ കണ്ടില്ലേ, മിസ് ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ച് ഇതുപോലെ വേണം ചെയ്യാൻ. അപ്പം DNA RNA തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് ആണ്. RNA എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റൈബോസ് ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പൊ DNA കേസിലാണെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗർ അല്ലെങ്കിൽ പെൻഡോസ് ഷുഗർ ആണ് നമ്മൾ പറഞ്ഞു. RNA കേസിൽ അപ്പൊ എന്തായിരിക്കും? റൈബോസ് ഷുഗർ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. എന്താണ്? റൈബോസ് ഷുഗർ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അതേപോലെ DNA കേസില് അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള 4 നൈട്രജൻ ബേസസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ ഇൻ ദ കേസ് ഓഫ് RNA അഡിനിൻ പ്രസന്റ് ആണ്. തൈമിന് പകരം ആരാണ് പ്രസന്റ്? യുറാസിലാണ് പ്രസന്റ്. ബാക്കി ഗുവാനിനും സൈറ്റോസിനും ആരിൽ പ്രസന്റ് ആണ്? RNA പ്രസന്റ് ആണ്. അത് മെയിൻ ഡിഫറൻസ് ആണ്, അത് മറന്നു പോകാൻ പാടില്ല. പിന്നെ DNA എന്ന് പറയുന്നത് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇതിൽ DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡും RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡും ആണ് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി പോയിട്ട് തെറ്റിപ്പോരുത്. DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡും RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡും ആണ്. അത് മിസ് ടൈപ്പ് ചെയ്തതിൽ വന്ന മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ട് ഇത് തെറ്റിപ്പോരുത് കേട്ടോ. അടുത്തത് പിന്നെ ഉള്ള മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ സ്റ്റോർ ജനറ്റിക് ഇൻഫോർമേഷൻ. DNA എന്താ ചെയ്യുന്നത്? ജനറ്റിക് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻ സിന്തസിസിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ RNA എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ മേക്കിംഗ് പ്രോട്ടീൻ. RNA എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ജനറ്റിക് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നില്ല, പകരം ഹെൽപ്പ് ഇൻ മേക്കിംഗ് പ്രോട്ടീൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതാണ് ജീൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? എന്താണ് ജീൻ എന്ന് പറഞ്ഞു. ജീൻ എന്ന് പറയുന്നത് എന്താണ്? സെഗ്മെന്റ് ഓഫ് DNA. സിംപ്ലി പറയുകയാണെങ്കിൽ സെഗ്മെന്റ് ഓഫ് DNA, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA എന്ന് പറയാം. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ജീൻസിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. അതേപോലെ ഇത് എന്തിനൊക്കെ കാരണമാവുന്നുണ്ട്? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനും മെറ്റബോളിക് ആക്ടിവിറ്റീസും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഫോട്ടോ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ക്രോമസോമിന്ന് ചുറ്റി വരിഞ്ഞു കിടക്കുന്ന DNA ഒറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ഫോട്ടോ കൊടുത്തു. ആ DNA ഒരു സെഗ്മെന്റിനെയാണ് ജീൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിക്കാണത്. പിന്നെ പറയാനുള്ളത് എന്താ? ജീനിൽ നിന്ന് എങ്ങനെയാ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതെന്നാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. പക്ഷേ ഈ ജീനിൽ നിന്ന് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ DNA മാത്രമല്ല, ആരും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, RNA കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ RNA എന്ന് പറയുന്നത് എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ DNA കേസിലാണെങ്കിൽ നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് ഗുവാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, തൈമിൻ ആണെങ്കിൽ RNA കേസിൽ ഗുവാനിൻ, സൈറ്റോസിൻ, അഡിനിൻ ഉണ്ട്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ ആരാണുള്ളത്? യുറാസിലാണുള്ളത്. പിന്നെ ഈ ജീൻ എന്ന് പറയുന്നത് DNA എന്ന് പറയുന്നത് ജനറ്റിക് ഇൻഫോർമേഷനെ സ്റ്റോർ ചെയ്യുന്നുവെങ്കിൽ നമ്മളുടെ RNA എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ജീൻ എന്ന് പറയുന്ന പോർഷനിൽ പഠിക്കാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിന്റെ ഡിഫറൻസ്, RNAയുടെയും DNA ഡിഫറൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് എന്തായാലും ഡിഫറൻസ് ചിലപ്പം ടേബിൾ വരച്ച് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താണ് ജീന് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് കമൻസ് വഴിയോ നിങ്ങളെ എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം എല്ലാവർക്കും ടോപ്പിക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജീൻസിനെ കുറിച്ച് എല്ലാവർക്കും വിശദമായില്ലേ? ആയി എന്നുള്ള വിശ്വസിക്കുന്നു.